ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന തിരുവചന ഭാഗം 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി. അറിയിപ്പുകാരനായ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് പരാമർശിക്കുന്ന ഇടമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ രക്ഷാകരമായ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. പകൽ കഴിയുവാറായപ്പോൾ പന്തിരുവർ അടുത്തു വന്ന് അവനോട്, ഇവിടെ നാം മരുഭൂമിയിൽ ആയിരിക്കൊണ്ട് പുരുഷാരം ചുറ്റുമുള്ള ഊരുകളിലും കുടിലുകളിലും പോയി രാത്രി പാർക്കുവാനും ആഹാരം വാങ്ങുവാനും അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. നമുക്ക് പരിചിതമായ ഒരു സന്ദർഭമാണിത്. പന്തിരുവർ യേശു തമ്പുരാൻ്റെ അടുക്കൽ വന്നിട്ട് യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യം തമ്പുരാൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒരു വലിയ ജനസമുദ്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവർക്കൊക്കെയും ഭക്ഷണം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇരുട്ട് വീടുന്നതിന് മുമ്പ് ഇതാണ് ബുദ്ധി, അവരെ അങ്ങ് പറഞ്ഞു വിട്ടേരെ. മാനുഷികമായ ചിന്തയിൽ ഒരു കുഴപ്പവുമില്ലാത്തൊരു പ്രസ്താവന, യുക്തിക്ക് നിരക്കുന്ന ഒരു പ്രസ്താവന. എന്നാൽ ഇത് കേട്ട തമ്പുരാൻ യുക്തിക്ക് നിരക്കാത്ത ഒരു തീരുമാനമാണ് എടുത്തത്. പറഞ്ഞു വിടേണ്ടതിന് പകരം അവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ളൊരു തീരുമാനം യേശു തമ്പുരാൻ എടുക്കുകയാണ്. ദൈവത്തിൻ്റെ മനസ്സ് നോക്കൂ. യുക്തി കൊണ്ട് പരിശോധിക്കുമ്പോൾ പറഞ്ഞുവിടാൻ ഒത്തിരി കാരണങ്ങളുണ്ടായിട്ടും അവരെ ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സ് ദൈവത്തിനുണ്ടാവുകയാണ്. ഈ സമയത്ത് ഈ വചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇന്ന് ദൈവമേ, ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടെ ആയിരിക്കാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? കാരണങ്ങളൊന്നും കണ്ടെത്താൻ നമുക്ക് കഴിയണമെന്നില്ല. യുക്തി കൊണ്ട് പരിശോധിക്കുമ്പോൾ ഒരു കാരണവുമില്ല. പക്ഷേ ഈ സമയം സ്വർഗത്തിലെ ദൈവം നമ്മെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുന്നതും നിങ്ങൾ ഈ തിരുവചനം കേൾക്കുന്നതും. തിരസ്കരിക്കാനും തള്ളിക്കളയാനും കാരണങ്ങളുണ്ടായിട്ടും ദൈവം നമ്മെ ചേർത്ത് പിടിച്ചു. നാം ഒത്തിരി നന്ദിയുള്ളവരാണ്. ദൈവത്തോട് നന്ദി പറയും. ദൈവമേ, വെട്ടിക്കളയാനും മാറ്റി നിർത്താനും തിരസ്കരിക്കാനും ഒത്തിരി കാരണമുണ്ടായിട്ടും നീ എന്നെ ചേർത്ത് പിടിച്ചല്ലോ, നന്ദി ദൈവമേ. ദൈവം ഈ ചേർത്ത് പിടിക്കലിൽ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചിലതുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാകരമായ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസിനോട് യേശു തമ്പുരാൻ ഒരു കഥ പറയുകയാണ്. ഒരു യജമാനന് 10,000 താലന്ത് കടപ്പെട്ട ഒരു ഭൃത്യനുണ്ടായിരുന്നു. പലപ്പോഴായി വാങ്ങിച്ച ആ പണം അവനൊരിക്കലും തിരിച്ചു നൽകാനായിട്ട് കഴിയുന്നില്ല. പലപ്പോഴായി വാങ്ങിയെടുത്ത ആ താലന്ത് അവന് തിരിച്ചു നൽകാനായിട്ട് ആകുന്നില്ല. യജമാനൻ്റെ സന്നിധിയിൽ അവൻ നിർത്തപ്പെട്ടു. യജമാനൻ കൊടുത്തത് തിരിച്ചു ചോദിച്ചു. അവൻ എവിടുന്ന് കൊടുക്കാനാണ്? യജമാനൻ പറഞ്ഞു, നിനക്ക് തന്നത് ഞാൻ തിരിച്ചെടുക്കും. ഞാൻ നിനക്കുള്ളതെല്ലാം വിൽക്കും, നിന്നെയും വിൽക്കും. ഇത് കേട്ടപ്പോൾ ആ ഭൃത്യൻ്റെ നെഞ്ചു പിടച്ചു. അവൻ്റെ കണ്ണ് നിറഞ്ഞു. കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി. കരുണാമയനായ ആ യജമാനൻ തൻ്റെ മുമ്പിൽ നിന്ന് തൻ്റെ ഭൃത്യൻ കരയുന്നത് കണ്ടപ്പോൾ അവൻ്റെ 10,000 താലന്തിൻ്റെ കടം ഇളവ് ചെയ്തു കൊടുത്തു. കഥ അവസാനിക്കുന്നില്ല. ഈ 10,000 താലന്തിൻ്റെ കടം ഇളവ് ചെയ്ത് കിട്ടിയവൻ ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ അവന് 100 താലന്ത് കൊടുക്കാനുള്ളൊരു കൂട്ടുകാരനെ കണ്ടുമുട്ടി. അവൻ എന്തു ചെയ്തു എന്നല്ലേ? 18-28
അവൻ ആ കൂട്ടുഭൃത്യൻ്റെ തൊണ്ടയിൽ ഞെക്കി. അല്പം മുമ്പ് 10,000 കടമിളവ് ചെയ്ത് കിട്ടിയവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ 100 താലന്ത് തനിക്ക് നൽകാനുള്ളവൻ്റെ തൊണ്ടയിൽ പിടിച്ച് ഞെക്കി. ഈ ദൈവ വചനത്തിൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, 10,000 കടം ഇളവ് ചെയ്തു തന്ന തമ്പുരാന് നന്ദി എന്ന് പറഞ്ഞിട്ട് ആ തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ 100 കടപ്പെട്ടവനോടുള്ള നിന്റെ മനോഭാവങ്ങൾ എന്താണ്? ഹൃദയപൂർവ്വം ക്ഷമിക്കാനായിട്ട് നിനക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? നിന്നെ തിരസ്കരിക്കാനും തള്ളിക്കളയാനും 10,000 കാരണങ്ങളുണ്ടായിട്ടും സ്വർഗത്തിലെ ദൈവം നിന്നെ ചേർത്ത് പിടിച്ചുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് നീ ചില കാരണങ്ങൾ എണ്ണിപ്പറഞ്ഞ് മാറ്റി നിർത്തിയ ചില മനുഷ്യരെ തിരിച്ചു പിടിക്കാൻ സ്വർഗത്തിലെ ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് നിന്റെ കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ? 10,000 കടം ഇളവ് ചെയ്ത് കിട്ടിയ ഞാനും നിങ്ങളും എന്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം ക്ഷമിക്കാനായിട്ട് കഴിയാതെ പോകുന്നത്? കഠിനമായൊരു ശബ്ദം തുടർന്ന് യേശു തമ്പുരാൻ പറയുന്നുണ്ട്. 18-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ തിരുവചനം, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. 10,000 കടം ഇളവ് ചെയ്ത് തരുന്ന തമ്പുരാൻ ഒരു 100 പൊറുക്കാൻ ഈ സമയം എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ പോയ ഒരു കൊച്ചു വീടുണ്ട്. ഒരപ്പച്ചനും അമ്മച്ചിയുമാണ് അവിടെ താമസിക്കുന്നത്. 2 പേരും മാത്രമേ ഉള്ളൂ. വളരെ അടുത്ത ആത്മബന്ധമുള്ളത് കൊണ്ട് അപ്പച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇവളെത്ര കാലമായി അടുക്കളയിൽ കയറിയിട്ടെന്ന് അച്ഛൻ അറിയാവോ? വസ്ത്രങ്ങളൊക്കെ അലക്കിയിട്ടെന്ന് അച്ഛൻ അറിയാവോ? മുറ്റം അടിച്ചിട്ട് എന്നച്ഛൻ അറിയാവോ? ഞാൻ പ്രിയപ്പെട്ട അമ്മയെ നോക്കി. മുറ്റം അടിക്കൂലാത്ത അമ്മ, അടുക്കളയിൽ കയറാത്ത അമ്മ, സ്വന്തം വസ്ത്രങ്ങൾ പോലും കഴുകാൻ പ്രാപ്തിയില്ലാത്തൊരമ്മ. പക്ഷേ ആ വീടിൻ്റെ 4 ചുവരുകളുടെ ഉള്ളിൽ സന്തോഷവതിയായ ആ അമ്മ ഇരിക്കുന്നു. എന്തുകൊണ്ടാണ്? തിരസ്കരിക്കാനും തള്ളിക്കളയാനും ഒത്തിരി കാരണങ്ങളുണ്ടായിട്ടും ആ പിതാവ് ആ അമ്മയെ ചേർത്ത് പിടിക്കുകയാണ്. അവൾ രോഗിയാണെന്ന കാരണം കൊണ്ട്. ഈ സമയം തിരസ്കരിക്കാനും തള്ളിക്കളയാനും കാരണം കണ്ടെത്തിയ ഞാനും നിങ്ങളും ആ ബന്ധങ്ങളെയൊക്കെ ഏതെങ്കിലും ഒരു കാരണം കണ്ടെത്തി തിരിച്ചു പിടിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. 1, തിരസ്കരിക്കാനും തള്ളിക്കളയാനും കാരണമന്വേഷിക്കുന്ന ലോകത്ത് ചേർത്ത് പിടിക്കാൻ കാരണമന്വേഷിച്ചൊരു തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഞാനും നിങ്ങളും ജീവിതത്തിൽ മാറ്റി നിർത്തിയ ചില ബന്ധങ്ങളെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കാൻ ഈ സമയം തീരുമാനമെടുക്കാൻ ഇടവരട്ടെ. 2, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുക. ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. പിന്നെ അവൻ തൻ്റെ ശിഷ്യന്മാരോട് അവരെ 50 വീതം പന്തിയായി ഇരുത്തുവിൻ എന്ന് പറഞ്ഞു. പുരുഷന്മാരുടെ സംഖ്യ മാത്രം ഏകദേശം 5000. അപ്പോൾ സ്ത്രീകളും കുട്ടികളും കൂടുമ്പോൾ വലിയൊരു ജനസമൂഹം. അവരെ 50 വീതം പന്തിയായിരുത്തുമ്പോൾ ക്രമീകരണങ്ങൾക്കും വിളമ്പലിനുമൊക്കെ അല്പം വിളംബം സംഭവിക്കാൻ ഇടയുണ്ട്. ഇങ്ങനെ ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ ഞാനും നിങ്ങളുമാണ് പോയിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായും ആദ്യ പന്തിയിലിരുന്ന് എഴുന്നേറ്റ് പോരാനുള്ളൊരു വ്യഗ്രത നമുക്കുണ്ടാവും. പ്രിയപ്പെട്ടവരെ, എപ്പോഴും അത് സാധിക്കണമെന്നുണ്ടോ? ജീവിതത്തിൽ എത്രയോ വട്ടം എത്രയോ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം ആദ്യ പന്തിയിൽ ഇരുത്തി നമുക്ക് വിളമ്പിത്തന്നു.
ഒരു കുഞ്ഞിന് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന ചില ദമ്പതികളില്ലേ? ഒരു കുഞ്ഞിനെ താലോലിക്കാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തന്നില്ലേ? ഒരു ഭവനത്തിന് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന ചില മക്കളില്ലേ? താലോലിക്കാൻ ഒരു കുഞ്ഞിനെ തന്നില്ലേ? എനിക്കെപ്പോഴും എല്ലാ കാര്യങ്ങളും ആദ്യ പന്തിയിൽ തന്നെ ലഭിക്കണമെന്നുള്ളത് അല്പം വാശിയല്ലേ? കാത്തു നിൽക്കാനുള്ളൊരു മനസ്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? വേദപുസ്തകത്തിൽ ഒരു പെൺകുട്ടിയെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ ഒരു പെൺകുട്ടി ബർഷേബ മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ്. ബർഷേബ മരുഭൂമിയിൽ ഒരു കിണറിൻ്റെ കരയിലിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ നിറവയറുമായി ഓടി വരുന്ന പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു? എവിടേക്ക് പോകുന്നു? ഹാഗാർ അവളുടെ ജീവിത കഥ ആ ദൂതനോട് പറഞ്ഞു. ഞാൻ സാറയുടെ ദാസി ഈജിപ്തുകാരി ഹാഗാർ. സാറയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ആഗ്രഹത്തെ പ്രതി അവൾ എന്നെ അബ്രഹാമിന് കൊടുത്തു. എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെട്ട അന്ന് തുടങ്ങിയതാണ് സാറയുടെ പീഡനം. സാറയുടെ പീഡനം സഹിക്കവയ്യാതെ ഞാൻ ഓടിപ്പോന്നതാണ്. ദൂതൻ അവളോട് പറയുന്നൊരു മറുപടിയുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. ഹാഗാറെ, മടങ്ങിപ്പോകുക. എങ്ങോട്ടേക്ക് മടങ്ങിപ്പോകാനാണ് പറയുന്നത്? സാറയുടെ വീട്ടിലേക്ക് എന്ന് വായിക്കരുത്. അവൾ സഹിക്കാൻ കഴിയാതെ ഇറങ്ങി വന്ന അതേ വേദനയിലേക്ക് പോകാനാണ് ആവശ്യപ്പെടുന്നത്. നിന്റെ വേദനകളിലേക്ക് തന്നെ, നിന്റെ സഹനങ്ങളിലേക്ക് തന്നെ, നിന്റെ പ്രതികൂലതകളിലേക്ക് തന്നെ തിരിച്ചു പോകാനായി ദൈവത്തിൻ്റെ ദൂതൻ ഹാഗാറിനോട് ആവശ്യപ്പെടുകയാണ്. സാഹചര്യങ്ങളിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതേ വേദനകളിലേക്ക് തന്നെ ഹാഗാർ തിരിച്ചു നടക്കുമ്പോഴും ആ കൂടിക്കാഴ്ച ഒരു അത്ഭുതമായി മാറി. എന്തുകൊണ്ട്? സാഹചര്യങ്ങളിൽ മാറ്റം വന്നതുകൊണ്ടല്ല, ഹാഗാറിൻ്റെ മനോഭാവത്തിൽ മാറ്റം വന്നതുകൊണ്ട്. എന്ത് മനോഭാവമാണ്? ഹാഗാറിൻ്റെ ഏത് മനോഭാവത്തിലാണ് മാറ്റം വന്നത്? ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം അവൾ പറയുകയാണ്, എന്നെ കാണുന്ന ദൈവത്തെ ഞാൻ കണ്ടിരിക്കുന്നു. ഇന്നലെ വരെ അവളുടെ വേദനകളിലും സങ്കടങ്ങളിലും അവൾ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഓടി വന്നത്. എന്നാൽ ഇന്ന് അവൾ ആ വേദനകളിലേക്ക് തന്നെ തിരിച്ചു നടക്കുകയാണ്. പക്ഷേ അവൾ ഒറ്റയ്ക്കല്ല, അവളുടെ കൂടെ ദൈവമുണ്ട്. ഈ വചനത്തിൻ്റെ മുഖത്തിരിക്കുന്ന പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, നിന്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ നീ വല്ലാതെ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ സാഹചര്യങ്ങൾ ഒന്നും ഇന്ന് മാറുന്നില്ല. രോഗവും പ്രതികൂലതകളും പ്രതിസന്ധികളും കടഭാരങ്ങളും ഹൃദയവ്യതകളുമൊക്കെ മാറുന്ന ഒരു നിമിഷമായി ഇതിനെ കാണണ്ട. മറിച്ച് നിന്റെ വേദനകളിലേക്കും കടഭാരങ്ങളിലേക്കും പ്രതികൂലതകളിലേക്കും ഒക്കെ നിന്റെ ദൈവത്തോടു കൂടെ സഞ്ചരിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുവെങ്കിൽ ഈ നിമിഷം ഒരു അത്ഭുതമായി മാറുകയാണ്. ഹാഗാർ മടങ്ങിപ്പോയി. അവളുടെ വേദനകളിലും സങ്കടങ്ങളിലും കാത്തുനിന്നു. കാത്തുനിന്ന ഹാഗാറിന് സ്വർഗം ഒരു സമ്മാനം കൊടുത്തു. കാലങ്ങൾ കടന്നുപോയി. ഹാഗാർ വീണ്ടും ബർഷേബ മരുഭൂമിയിലേക്ക് വരുന്നുണ്ട് തൻ്റെ കുഞ്ഞുമായി. സാറയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു തുരുത്തി വെള്ളവും അപ്പക്കഷ്ണങ്ങളും കൊടുത്തിട്ട് അബ്രഹാം ഹാഗാറിനെ ഇറക്കി വിടുകയാണ്. അവൾ പോകുന്നത് പഴയ ബർഷേബ മരുഭൂമിയിലേക്കാണ്. മടങ്ങിപ്പോകാൻ അവളോട് ദൈവത്തിൻ്റെ ദൂതൻ ആവശ്യപ്പെട്ട അതേ ഇടത്തിലേക്ക് തന്നെ അവൾ സഞ്ചരിച്ചു. അവിടെ കിണറില്ല, ദൂതനും ഇല്ല. തുരുത്തിയിലെ വെള്ളം തീർന്നുപോയി, അപ്പക്കഷ്ണങ്ങൾ തീർന്നുപോയി. ചെരിഞ്ഞു കിടക്കുന്ന ഒരു ചൂരൽ ചെടിയുടെ തണലിൽ ഈ കുഞ്ഞിനെ ഇട്ടിട്ട് ഒരമ്പിൻപാട് ദൂരെ മാറി നിന്ന് ഹാഗാർ നിലവിളിക്കുമ്പോൾ കാത്തു നിന്നവൾക്ക് സ്വർഗം കൊടുത്ത സമ്മാനം വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. അവൾ കൺ തുറന്നു നോക്കി, ഒരു നീരുറവ കണ്ടു. ഇവിടെ ഒരു ബക്കറ്റിൽ വെള്ളം വെച്ച, അതിൽ നിന്ന് 5 കപ്പ് വെള്ളം കോരി പുറത്തേക്കൊഴിച്ച ബക്കറ്റിലെ വെള്ളം കുറഞ്ഞു പോകും. എന്നാൽ ഒരു കിണറിൽ നിന്ന് 10 തൊട്ടി വെള്ളം കോരി പുറത്തേക്കൊഴിച്ച 10 മിനിറ്റ് കഴിയുമ്പോൾ കിണറ്റിൽ അത്രയും വെള്ളം തന്നെ ഉണ്ടാകും. നീരുറവയുടെ പ്രത്യേകത.
എടുത്താലും ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ കാത്തു നിൽക്കുന്നവർക്ക് സ്വർഗത്തിലെ ദൈവം നൽകും. വചനമുഖത്തിരിക്കുന്ന പ്രിയപ്പെട്ടവളെ, നിന്റെ കർത്താവിൻ്റെ കരത്തിൽ നിനക്കുള്ളതുണ്ടെന്നുള്ള ഉറപ്പോടെ നീ കാത്തിരിക്കുന്നുവെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു നീരുറവ തുറക്കും, യാതൊരു സംശയവുമില്ല. മൂന്നാമതായി, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനം നാം ഇങ്ങനെയാണ് വായിക്കുക: എല്ലാവരും തിന്ന് തൃപ്തരായി. കയ്യിലുള്ളൊരു ചെറിയ വിഭവമാണ് 5 അപ്പവും 2 മീനും എന്ന പരിമിതമായ വിഭവം. ആഹരിക്കാനുള്ളതോ ഒരു വലിയ ജനസമൂഹം. എന്നാൽ ഈ വിരുന്നിൻ്റെ ഒടുവിൽ വായിച്ചു കേൾക്കുന്ന ആ വാക്യത്തിൻ്റെ മനോഹാരിത നോക്കൂ: എല്ലാവരും തിന്ന് തൃപ്തരായി. ഇന്ന് ഈ ഭൂമിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സൗഭാഗ്യമാണിത്, തൃപ്തി. ഈ ലോകത്ത് ഒരു മനുഷ്യനും ഇന്ന് തൃപ്തിയില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ജീവിക്കുന്ന വീട്ടിൽ നിങ്ങൾ എന്തെല്ലാം ശുശ്രൂഷകളാണ് ചെയ്യുന്നത്? ചേർന്ന് നിൽക്കുന്നവർക്ക് തൃപ്തിയുണ്ടോ? നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്ത് നിങ്ങൾ എന്തെല്ലാം ശുശ്രൂഷകളാണ് ചെയ്യുന്നത്? ആ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങുന്നവർക്ക് തൃപ്തിയുണ്ടോ? ഇവിടെയാണ് ഈ അത്ഭുതം വീണ്ടും വീണ്ടും നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. കയ്യിലുള്ള 5 അപ്പവും 2 മീനും എന്ന പരിമിതമായൊരു വിഭവം എങ്ങനെ അപരിമിതമായൊരു സമൂഹത്തെ തൃപ്തിപ്പെടുത്തുവാൻ ഉതകുന്നതായി മാറി? യേശുദമ്പുരാൻ 5 അപ്പവും 2 മീനും കൊണ്ടാണ് അത്ഭുതം ചെയ്തതെന്ന് വായിക്കുന്നതിന് പകരം മറ്റൊരു തരത്തിൽ കൂടെ അത് വായിക്കേണ്ടതുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ തിരുവചനം: അവൻ അപ്പം കരത്തിലെടുത്തു, സ്വർഗത്തിലേക്ക് നോക്കി, വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. അവൻ വിളമ്പിയത് 5 അപ്പവും 2 മീനും മാത്രമല്ല, മറിച്ച് ഒരു പ്രാർത്ഥനയാണ്, ഒരു വാഴ്വാണ്. അവൻ വിളമ്പിയ ആ പ്രാർത്ഥനയും ആശീർവാദവും സന്നിവേശിപ്പിച്ച അപ്പം ഭക്ഷിച്ചവരെല്ലാം തൃപ്തിയോടെ മടങ്ങിപ്പോയി. ഇനി എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ചെയ്യുന്ന ശുശ്രൂഷ അത് ഏറ്റുവാങ്ങുന്നവൻ്റെ മുഖത്ത് തൃപ്തിയായി വായിച്ചെടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയാത്തതിൻ്റെ പിന്നിലെ കാരണം, ചെയ്യുന്ന ശുശ്രൂഷകളിലെല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ആശീർവാദത്തിൻ്റെ കുറവില്ലേ പ്രിയമുള്ളവരെ? ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം ഏതായിരിക്കും? വീട്ടിലെ അമ്മ ദാരിദ്ര്യത്തിൽ വിളമ്പി വെച്ച ഒരു പിടി കഞ്ഞിയും ഒറ്റ ചമ്മന്തിയും. ഇന്ന് തീന്മേശയിൽ വിളമ്പി വയ്ക്കുന്ന ഏതൊരു വിഭവത്തെക്കാളും രുചിയും ഓർമ്മയും ആ വിഭവത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞതിൻ്റെ പിന്നിലെ കാരണം എന്താണ്? അമ്മ വിളമ്പിയത് വെറും കഞ്ഞിയും ഒറ്റ ചമ്മന്തിയും അല്ല എന്നുള്ളത് തന്നെയാണ്. ആ കഞ്ഞി അടുപ്പിൽ തിളയ്ക്കുമ്പോൾ മുതൽ അമ്മയുടെ നെഞ്ചി തീ കൂടാൻ തുടങ്ങും. എൻ്റെ മക്കൾക്ക് ഈ പകലിൽ എന്നാ കൊടുക്കും? അടുപ്പിൽ കഞ്ഞി വേവുന്നതോടൊപ്പം അമ്മയുടെ നെഞ്ചിലെ പ്രാർത്ഥനയും കൂടെ വെന്തിരുന്നു. അമ്മ കഞ്ഞിയോടൊപ്പം വിളമ്പിത്തന്നത് ആ പ്രാർത്ഥനയാണ്, ആ സമർപ്പണമാണ്. ആ പ്രാർത്ഥനയും സമർപ്പണവും ആഹരിച്ചാണ് ഞാനും നിങ്ങളും വളർന്നത്. ഇന്ന് എല്ലാമുണ്ട്, തൃപ്തിയില്ല. കാരണം എന്താണ്? നഷ്ടപ്പെട്ടു പോയ ഒരു പ്രാർത്ഥനയും ആശീർവാദവുമാണ്. നീ ജീവിക്കുന്ന ഇടങ്ങളിലെല്ലാം, നീ ചെയ്യുന്ന ശുശ്രൂഷാ മണ്ഡലങ്ങളിലെല്ലാം
നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനയും ആശീർവാദവും തിരിച്ചു പിടിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ആ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങുന്നവരുടെ മുഖത്ത് തൃപ്തി വായിച്ചെടുക്കാൻ നിനക്ക് കഴിയും. നീ വിളമ്പേണ്ടതൊരു ശുശ്രൂഷ മാത്രമല്ല, ഒരു സമർപ്പണവും പ്രാർത്ഥനയുമാണ്. നിൻ്റെ കുടുംബജീവിതത്തിൽ, നിൻ്റെ വ്യക്തിബന്ധങ്ങളിൽ, നിൻ്റെ ഔദ്യോഗിക മേഖലകളിൽ നീ ഏറ്റെടുക്കുന്ന ശുശ്രൂഷകളെ ഒരു പ്രാർത്ഥനയും സമർപ്പണവുമായി മാറ്റുവാൻ നിനക്ക് കഴിയുമ്പോൾ അത് ഏറ്റുവാങ്ങുന്നവരുടെ മുഖങ്ങളിൽ തൃപ്തി വായിച്ചെടുക്കാൻ നിനക്ക് കഴിയും. മിഴികളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ഞങ്ങളുടെ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിമിതമായൊരു വിഭവം കൊണ്ട് അപരിമിതമായൊരു സമൂഹത്തെ തൃപ്തിപ്പെടുത്തിയ ഒരത്ഭുതത്തിൻ്റെ ചിന്തയിലായിരുന്നു ഈ സമയം വരെയും ഞങ്ങൾ. ഇരുട്ട് വീഴാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർ അടുത്തു വന്നിട്ട് പറഞ്ഞു, യുക്തി ഇതാണ്, ഇവരെ പറഞ്ഞു വിടുക. യുക്തിക്ക് നിരക്കാത്തൊരു തീരുമാനം നീ എടുത്തു, ചേർത്ത് പിടിച്ചു. ദൈവമേ, പറഞ്ഞുവിടാൻ ഒത്തിരി കാരണങ്ങളുണ്ടായിട്ടും, നുള്ളിക്കളയാൻ ഒത്തിരി കാരണങ്ങളുണ്ടായിട്ടും ഈ ഭൂമിയിൽ ഞാൻ ഇപ്പോഴുമായിരിക്കുന്നു നിൻ്റെ കൃപയാണ്. 10,000ങ്ങളുടെ കടം നീ എനിക്കിളവ് ചെയ്തു തന്നു. സ്തോത്രം കർത്താവേ. നിൻ്റെ മുഖത്ത് നിന്ന് ഞാൻ എൻ്റെ പരിസരങ്ങളിലേക്ക് നോക്കുമ്പോൾ 100 കടങ്ങൾ ഓർമ്മ വരികയാണ്. എൻ്റെ സഹോദരൻ്റെ, എൻ്റെ ജീവിത പങ്കാളിയുടെ, എൻ്റെ അയൽക്കാരൻ്റെ. ഹൃദയപൂർവ്വം ഞാൻ ക്ഷമിക്കുന്നില്ലെങ്കിൽ 10,000ങ്ങളുടെ കടം പൊറത്തു തരില്ലെന്ന് തമ്പുരാൻ എന്നെ ഇന്ന് ഓർമ്മപ്പെടുത്തി. ദൈവമേ, തിരസ്കരിക്കാനും തള്ളിക്കളയാനും കാരണമന്വേഷിച്ചിട്ടുണ്ട് എൻ്റെ ബന്ധങ്ങളിൽ. എന്നാൽ ഏതെങ്കിലും ഒരു കാരണം കണ്ടെത്തി അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. അൻപത് വീതം പന്തിയായി ഇരുത്തുമ്പോൾ ഒരു കാത്തുനിൽപ്പും ഒരു ക്രമീകരണവും വേണ്ടി വരുന്നു. ജീവിതത്തിൽ ആദ്യ പന്തിയിലിരുന്ന് എല്ലാം അനുഭവിക്കണമെന്ന കൊതി എനിക്കുണ്ട്. ഒത്തിരി നീ വിളമ്പി തന്നിട്ടുണ്ട്. എന്നാൽ ചില ക്രമീകരണങ്ങൾക്ക് വിധേയമായി ഒരല്പം കാത്തു നിൽക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും പിണങ്ങിയിട്ടുണ്ട്, പരിദേവനം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കടഭാരങ്ങളിൽ, പ്രതികൂലതകളിൽ, പ്രതിസന്ധികളിൽ നീ എൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ് അത്ഭുതം. ഞാൻ കാത്തു നിൽക്കുമ്പോൾ എനിക്കായി നീ ഒരു നീരുറവ ഒരുക്കിത്തരുമെന്ന് ഞാൻ കേട്ടു. കർത്താവേ, നിൻ്റെ കരത്തിൽ എനിക്കുള്ളതുണ്ടെന്നുള്ള ഉറപ്പോടെ കാത്തു നിൽപ്പാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ ജീവിക്കുന്ന ഇടങ്ങളിലെല്ലാം അതൃപ്തിയുടെ മുഖങ്ങളാണ് ഞാൻ പലപ്പോഴും കണ്ടുമുട്ടുന്നത്. ആ ബന്ധങ്ങളിലൊക്കെ ഞാൻ വിനിമയം ചെയ്യുന്ന പ്രാർത്ഥനയില്ലാത്ത ശുശ്രൂഷകളെ ഓർക്കുകയാണ്. ആ ബന്ധങ്ങളിലെല്ലാം ഒരു പ്രാർത്ഥനയുടെ, സ്നേഹത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ശുശ്രൂഷ പങ്കിടാൻ എന്നെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.